ഉത്തരാഖണ്ഡിൽ ട്രെക്കിങ്ങിനിടെ മലയാളി യുവാവ് മരിച്ചു. ഇടുക്കി സ്വദേശി അമൽ മോഹനാണ് മരിച്ചത്. ഇപ്പോൾ ദ്രോണഗിരി വില്ലേജിലുള്ള മൃതദേഹം ജോഷിമഠിലെത്തിക്കാനുള്ള ശ്രമത്തിലാണ് സുഹൃത്തുക്കൾ. സംസ്ഥാന സർക്കാർ ഉത്തരാഖണ്ഡ് സർക്കാരുമായി ആശയവിനിമയം നടത്തി. ബൽറാം നെടുങ്ങാടി വിശദാംശങ്ങളുമായി. ബൽറാം, ഇത് സംഭവിച്ചത് എന്താണ്? ഇപ്പോൾ നമുക്ക് ഏറ്റവും ഒടുവിലായി മൃതദേഹം ഇങ്ങോട്ടേക്ക് എത്തിക്കുന്നതുമായി ബന്ധപ്പെട്ടൊക്കെ എന്തൊക്കെ വിശദാംശങ്ങൾ ലഭിക്കുന്നുണ്ട്? അനുജ, വ്യാഴാഴ്ചയാണ് ഈ മരിച്ച അമൽ മോഹന് ദേഹാസ്വാസ്ഥ്യം ഉണ്ടാകുന്നത്. ഉത്തരാഖണ്ഡിലെ ജോഷിമഠിലെ ഗരുഡ് ട്രക്കിംഗ് പോയിന്റിലേക്ക് ഉള്ള യാത്രക്കിടെയാണ് ഈ ഹൈ ആൾട്ടിറ്റ്യൂഡിൽ ഉണ്ടാകുന്ന ഓക്സിജൻ കുറവായതിനെ തുടർന്നുണ്ടാകുന്ന ശ്വാസതടസ്സം പോലുള്ള അസ്വാസ്ഥ്യമാണ് ഇയാൾക്കുണ്ടായത്. തുടർന്ന് ഒപ്പമുണ്ടായിരുന്ന സുഹൃത്തുക്കൾ തിരികെ ബേസ് ക്യാമ്പിലേക്ക് കൊണ്ടുവരികയായിരുന്നു. ഇന്നലെ പുലർച്ചെയാണ് മരണം സംഭവിച്ചത് എന്നാണ് സുഹൃത്തുക്കൾ അറിയിക്കുന്നത്. ഇയാളെ ആശുപത്രിയിൽ എത്തിക്കാൻ ശ്രമിച്ചെങ്കിലും ഈ പ്രദേശം എന്നുള്ളത് മലമുകളിലുള്ള പ്രദേശമായതുകൊണ്ട് തന്നെ മറ്റ് വൈദ്യസഹായമാണ് തേടിയത്. സംസ്ഥാന ദുരന്ത നിവാരണ വിഭാഗവും ദേശീയ ദുരന്ത നിവാരണ വിഭാഗത്തിലെയും ഉദ്യോഗസ്ഥർ അടക്കമുള്ളവരാണ് സഹായം എത്തിച്ചത്. തുടർന്ന് ബേസ് ക്യാമ്പിൽ തന്നെയായിരുന്നു തുടർന്ന് ആവശ്യമായ പ്രാഥമിക ശുശ്രൂഷ ഉൾപ്പെടെ ഇയാൾക്ക് ലഭ്യമാക്കിയത്. മൊബൈൽ നെറ്റ്വർക്ക് പോലും ഇല്ലാത്ത ഒരു പ്രദേശമാണ് ഇത് എന്നത് തന്നെ മറ്റ് സഹായം തേടുന്നതിന് അടക്കം വലിയ തടസ്സങ്ങൾ സൃഷ്ടിച്ചു. ബാംഗ്ലൂരിൽ നിന്നുള്ള 8 പേരടങ്ങുന്ന ഒരു സംഘമായിരുന്നു ഈ ട്രക്കിംഗ് നടത്തിയത്. തുടർന്ന് മരണം സ്ഥിരീകരിച്ചിരിക്കുന്നു. ഔദ്യോഗികമായി തന്നെ ഉത്തരാഖണ്ഡ് പോലീസ് ഇക്കാര്യം സംസ്ഥാന സർക്കാരിനെ അറിയിച്ചിട്ടുണ്ട്. ഇയാൾക്ക് സഹായം എത്തിക്കാനുള്ള ശ്രമങ്ങൾ ഇന്നലെ മുതൽ തന്നെ ആരംഭിച്ചിരുന്നു. സംസ്ഥാന സർക്കാരും ഉത്തരാഖണ്ഡ് സർക്കാരും തമ്മിൽ ആശയവിനിമയം നടത്തിയിട്ടുണ്ട്. കൂടാതെ കേന്ദ്രമന്ത്രി ജോർജ് കുര്യന്റെ ഓഫീസിൽ നിന്നും ചമോലി ജില്ലാ കളക്ടറുമായി ബന്ധപ്പെട്ട സഹായം ഒരുക്കുന്നതിനുള്ള ആവശ്യമായ ആശയവിനിമയങ്ങൾ നടത്തിയിട്ടുണ്ട്. നിലവിൽ ഇപ്പോൾ ഈ ബേസ് ക്യാമ്പിന് സമീപം തന്നെയാണ്, ദ്രോണഗിരി വില്ലേജിലാണ് ഈ മൃതദേഹം ഉള്ളത്. അവിടെ നിന്നും ജോഷിമഠിൽ എത്തിക്കുന്നതിന് വേണ്ടിയാണ് സഹായം തേടിയിരിക്കുന്നത്. എയർലിഫ്റ്റിംഗ് വഴി മാത്രമായിരിക്കും ഈ മൃതദേഹം ജോഷിമഠിലേക്ക് എത്തിക്കാൻ കഴിയുക. അതിനുശേഷം റോഡ് മാർഗമോ മറ്റോ കൊണ്ടുവരിക എന്നുള്ളതാണ് ആലോചനയിലുള്ളത്. നിലവിൽ ഇപ്പോഴും മോശം കാലാവസ്ഥയെ തുടർന്ന് ഹെലികോപ്റ്റർ അവിടെ ഓപ്പറേറ്റ് ചെയ്യാൻ കഴിയാത്ത സാഹചര്യമാണ് എന്നും കാലാവസ്ഥ മെച്ചപ്പെട്ട ഉടൻ തന്നെ എയർലിഫ്റ്റ് ചെയ്യും എന്നുമാണ് ചമോലി ജില്ലാ കളക്ടർ അറിയിച്ചിരിക്കുന്നത്. അനുജ, ഉത്തരാഖണ്ഡിലാണ് ട്രക്കിങ്ങിനിടെ മലയാളി മരണമടഞ്ഞത്. അദ്ദേഹത്തിന്റെ മൃതദേഹം ഇപ്പോൾ ജോഷിമഠിലേക്ക് എത്തിക്കാനുള്ള നടപടിക്രമങ്ങൾ ഉണ്ടാകും അല്പസമയത്തിനകം. അതിനുശേഷമാകും നാട്ടിലേക്ക് എത്തിക്കുക.